ഹലോ കൂട്ടുകാരെ, ട്യൂട്ടേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്ക്, പുതിയ ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. സുവോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഏകദേശം 5 മാർക്ക് മുതൽ 6 മാർക്ക് വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ്. പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ സ്പെമറ്റോജെനസിസ്, ഊജെനസിസ്, മെനസ്ട്രൽ സൈക്കിൾ തുടങ്ങിയ നിരവധി ടോപ്പിക്കുകൾ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിന് അതിൻ്റേതായിട്ടുള്ള ഗൗരവം കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അപ്പം ട്യൂട്ടേഴ്സ് ഒപ്പം ഉണ്ട്, നിങ്ങളും ഒപ്പം വേണം. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് മുന്നോടിയായിട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ട്യൂട്ടേഴ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഓഫ്ലൈന് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കോച്ചിങ് നൽകുന്നുണ്ട്. അതിനുവേണ്ട ഫാക്കൽറ്റീസ് നമുക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ശരി, എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇന്ന് +2ൻ്റെ ആദ്യത്തെ ബയോളജിയിലെ സുവോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേരെന്താ? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, മനുഷ്യന്റെ പ്രത്യുൽപാദനം. നമുക്കറിയാം, നമുക്കിടെ ബയോളജി സിസ്റ്റത്തിൽ പല തരത്തിലുള്ള സിസ്റ്റങ്ങളുണ്ട് അല്ലയോ? റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെ നിരവധി സിസ്റ്റങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ മനുഷ്യ ശരീരം. അപ്പം നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത് പ്രത്യുൽപാദന വ്യവസ്ഥ മനുഷ്യനിൽ എങ്ങനെയാണെന്നാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ബിഫോർ ഗോയിങ് ടു ദിസ് ചാപ്റ്റർ നമുക്ക് എന്താണ് റീപ്രൊഡക്ഷൻ എന്നറിയണം. നിങ്ങളിവിടെ ഒരു ടേം കാണുന്നുണ്ട് അല്ലേ മക്കളെ? ഏതാണ്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കപ്പോൾ റീപ്രൊഡക്ഷനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. Reproduction, it can be classified into 2 ways, such as asexual reproduction and the second one sexual reproduction. അലൈംഗിക പ്രത്യുൽപാദനം, അതുപോലെ തന്നെ എന്ത് പറയും? ലൈംഗിക പ്രത്യുൽപാദനം. പ്രത്യുൽപാദനത്തെ നമുക്ക് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇനി നമുക്ക് പഠിക്കാം എന്താണ് എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. എസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീപ്രൊഡക്ഷനിൽ only one parent involved, ഒരൊറ്റ പേരന്റ് മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മിനിമം എത്ര പേരൻസ് ഉണ്ടായിരിക്കും? 2 പേരൻസ് ഉണ്ടായിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. എസെക്ഷൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം പേരന്റ് നമുക്കറിയാം ഗ്യാമീറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ? ഇപ്പം നമ്മുടെ മെയിൽ കേസിലാണെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യും, ഫീമെയിലിന്റെ കേസിലാണെങ്കിൽ ഏതാ പ്രൊഡ്യൂസ് ചെയ്യുക? ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ദർ ഈസ് നോ ഫോർമേഷൻ ഓഫ് വാട്ട്? ഗ്യാമീറ്റ്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? ബീജകോശങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പൊ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു പേരന്റ് ആണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? ഗ്യാമീറ്റ്സുകൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിലോ 2 അതിൽ കൂടുതലോ പേരൻസ് വരാം. അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു? യെസ്, അവര് ഗ്യാമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ? ഇനി മറ്റൊരു പ്രത്യേകത, എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരൊറ്റ പേരന്റേ ഉൾപ്പെടുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അഥവാ അവരിൽ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് എല്ലാം അവരെ പോലെ തന്നെ ഇരിക്കും, വ്യത്യാസം കാണത്തില്ല. പക്ഷെ നമ്മുടെ കേസ് നോക്കിക്കേ, നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അതേ എക്സാക്ട് കോപ്പിയാണോ നമ്മൾ? അല്ല, ചില വേരിയേഷൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ ബോഡിയിലെ എല്ലാ ക്യാരക്ടറുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലെങ്ത് ഓഫ് യുവർ ഹെയർ, ദെൻ സ്കിൻ കളർ, ഇതൊക്കെ എന്താ വ്യത്യസ്തമാണ്. സോ കുറച്ച് നമുക്ക് അച്ഛനിൽ നിന്ന് കിട്ടും, കുറച്ച് നമുക്ക് അമ്മയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ജനിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതകപരമായിട്ട് എന്തുണ്ട്? വേരിയേഷൻ കാണിക്കുന്നു. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ് പ്രത്യേകത? അവിടെ ജനറ്റിക് വേരിയേഷൻ ഇല്ല. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ പറയണം, വൺ ഓഫ് ദ വൈറ്റൽ ഇമ്പോർട്ടൻറ്റ് ബയോളജിക്കൽ ഫിനോമിന, ഒരു പ്രധാനപ്പെട്ട ബയോളജിക്കൽ ഫിനോമിനയാണ് അല്ലേ? അതില്ലെങ്കിൽ സ്പീഷ്യസ് കണ്ടിന്യൂറ്റി നിലനിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ പ്രത്യുൽപാദനത്തെ പ്രധാനമായിട്ടും 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെയൊക്കെ മക്കളെ? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനവും. എസെക്ഷലിൽ ഒരു പേരന്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുകയുള്ളൂ. there will be no formation of gamete. അതുപോലെ തന്നെ എന്താണ്? ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സുകൾ പേരന്റിന്റെ അതേ കണക്ക് തന്നെ കാണും. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ 2 പേരൻസ് അല്ലെങ്കിൽ മോർ ദാൻ 2 പേരൻസ് ആർ ഇൻവോൾവ്. ദെൻ
there will be gamete formation. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ജനറ്റിക് വേരിയേഷൻ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞ മക്കളെ? ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ പാഠത്തിന്റെ തുടക്കമാണ്, അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ റീപ്രൊഡക്ഷന്റെ പ്രധാനപ്പെട്ട 2 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ബോക്സിൽ തന്നിട്ടുണ്ട്. In an asexual reproduction, it involves one parent. There is no gamete formation and genetically same as the parents. In a sexual reproduction, usually involves 2 parents and involves gamete formation, involves fertilization. കണ്ടോ, അവിടെ ഒരു ടേം വന്നിട്ടുണ്ട് അല്ലയോ, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കേസിൽ മെയിലിന്റെ കേസിൽ നമുക്കറിയാം മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ് ഏതാ, സ്പേം ആണ്. ഫീമെയിലിന്റെ കേസിൽ ആരാണ്, ഓവമാണ്. ഈ 2 ടൈപ്പായിട്ടുള്ള ഗ്യാമേറ്റുകളും കൂടി കൂടിച്ചേരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫെർട്ടിലൈസേഷൻ. അപ്പൊ മെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള ഓവം കൂടി ചേർന്നിട്ട് ഒരു സിംഗിൾ സെൽ ഉണ്ടാകും. ആ സിംഗിൾ സെല്ലിൽ നിന്നാണ് നമ്മളെ പോലുള്ള വലിയ ഓർഗാനിസംസ് ഉണ്ടാകുന്നത്. ഏതൊരു ഓർഗാനിസം ആയിക്കോട്ടെ, ആ ഓർഗാനിസത്തിൽ ഈ ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ സെല്ലാകും. ആ സെല്ലിന്റെ പേരാണ് സൈഗോട്ട്. മലയാളം മീഡിയക്കാർ പറയും സിക്താണ്ഡം. ആ സിക്താണ്ഡത്തിൽ നിന്നാണ് എന്ത് വരിക, നമ്മളെ പോലുള്ള ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്നാണ് ഏതിനെ അറിയപ്പെടുന്നത്, സൈഗോട്ടിനെ അറിയപ്പെടുന്നത്. ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പാഠത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് പോകാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മനുഷ്യന്റെ പ്രത്യുൽപാദന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. ഓക്കെ, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്? ഓക്കെ, പഠിച്ചു വെച്ചിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, നോക്കിക്കേ മക്കളെ, ഇറ്റ് ഇൻക്ലൂഡ്സ് എ പെയർ ഓഫ് ടെസ്റ്റിസ്. കണ്ടോ, ഒരു ജോഡി വൃഷണങ്ങളാണ് പുരുഷന്മാരുടെ പ്രധാനപ്പെട്ട പ്രൈമറി സെക്സ് ഓർഗൻ എന്നറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പൊ പുരുഷന്റെ പ്രാഥമിക ലൈംഗിക അവയവങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ഒരു ജോഡി ടെസ്റ്റിസ് ആണ്. രണ്ടാമത്തത് ഏതാണ് മക്കളെ? ആക്സസറി ഡക്റ്റ്. ഓക്കെ, ഈ പറയുന്ന ടെസ്റ്റിസ് ആണ് പുരുഷന്മാരിൽ എന്ത് ഫോം ചെയ്യുന്നത്? സ്പേം ഫോം ചെയ്യുന്നത്, ബീജകോശങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ബീജകോശങ്ങൾ അവിടെ ഇരുന്നാൽ മതിയോ? അല്ല, ആ ബീജകോശങ്ങൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം, അല്ലേ? അപ്പം ടെസ്റ്റിസിൽ നിന്നുണ്ടായ സ്പേം പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഡക്റ്റ് മീൻസ് വാട്ട്? കുഴലുകൾ. കേട്ടോ, വെസൽസുകളാണ്, കുഴലുകൾ എന്ന് പറയും. അപ്പൊ ഈ അക്സസറി ഡക്ട്സ് ആണ് ടെസ്റ്റിസിൽ നിന്നുണ്ടാകുന്ന സ്പേമിനെ ക്യാരി ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ഗ്ലാൻസുകൾ വേണം, ആക്സസറി ഗ്ലാൻഡ്. ഒരു സ്പേം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്പേമിന് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുക, അതിന് വേണ്ട മീഡിയം കൊടുക്കുക, ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ആക്സസറി ഗ്ലാൻഡുകളാണ്. അത് കൂടാതെ തന്നെ എക്സ്റ്റേണൽ പാർട്ടായിട്ട് പീനിസ് അഥവാ ലിംഗം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കൂടി വേണം. അപ്പൊ എക്സ്റ്റേണൽ ജെനിറ്റേലിയ, ആക്സസറി ഗ്ലാൻഡ്, ആക്സസറി ഡക്റ്റ്, ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് എന്നിവ കൂടിച്ചേരുന്നതാണ് എന്ത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മനസ്സിലായോ പറയുന്നത്? ഓക്കെ, അപ്പൊ എന്തേ നിങ്ങളുടെ ഈ പോർഷനകത്ത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലയോ? അതേ നോക്കിക്കേ, ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടെസ്റ്റിസ്. കണ്ടോ, ഇതാണ് നമ്മുടെ ടെസ്റ്റിസ് എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ടെസ്റ്റിസിനെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ടെസ്റ്റിസ് എന്ന് പറയുന്നത് 1 പെയർ ആണ്, ഒരു ജോഡി ടെസ്റ്റിസിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതിന് ഏത് ഷേപ്പാണ്? ഇറ്റ് ഈസ് ഇൻ ഓവൽ ഷേപ്പ്. ഏതാകൃതിയാ? ഓവൽ ഷേപ്പ്. എവിടെയാണ് ഈ ടെസ്റ്റിസ് കാണപ്പെടുന്നത്? വേർ ഇറ്റ് ഈസ് പ്ലേസ്ഡ്? And it is placed outside the abdominal cavity. എന്ന് പറയുന്നത് ഉദരാശയത്തിന് വെളിയിലായിട്ടാണ് ഈ ഒരു ജോഡി വൃഷണങ്ങളെ കാണാൻ സാധിക്കുന്നത്. ഉദരാശയത്തിന് വെളിയിൽ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? It is placed in a sac like structure. ഒരു സഞ്ചി പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറിലാണ് ഈ ടെസ്റ്റിസ് കാണപ്പെടുന്നത്, അല്ലേ? ഈ സഞ്ചി പോലുള്ള സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ്, വെരി ഇമ്പോർട്ടൻറ്റ്, സ്ക്രോട്ടം. എന്താ വിളിക്കുക? സ്ക്രോട്ടം. So it is a sac-like structure where you can see pair of testes. Clear? ഇനി എന്തുകൊണ്ടായിരിക്കാം ഈ ടെസ്റ്റിസ് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് വെളിയിൽ വന്നിരിക്കാൻ കാരണം? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം
നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറൌണ്ട് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണോ മക്കളെ? അല്ലയോ? അല്ലെങ്കിൽ എങ്ങനെ പറയാം, 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ എന്ന് അറിയപ്പെടുന്നത്. ഈ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചറിനെ കാട്ടിലും 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് താഴെ ആയിരിക്കണം എവിടുത്തെ ടെമ്പറേച്ചർ? സ്ക്രോട്ടത്തിലെ ടെമ്പറേച്ചർ. അപ്പൊ സ്ക്രോട്ടം എന്ന് പറയുന്നത് ഇവിടെ ഒരു എയർ ടൈറ്റ് ചേംബറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം ടെസ്റ്റിസിന് സ്പേമിനെ ഉണ്ടാക്കണമെങ്കിൽ സാധാരണ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് താഴെ ടെമ്പറേച്ചർ ഉണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ. ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഫംഗ്ഷൻ ഓഫ് സ്ക്രോട്ടം എന്താണെന്ന്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കുക, സ്പെമറ്റോജനസിസ്, സ്പേം ഉണ്ടാകണമെങ്കിൽ അതിനൊരു നിശ്ചിതമായിട്ടുള്ള ഒരു ബോഡി ടെമ്പറേച്ചർ വേണം. പക്ഷെ ആ ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ശരീര ഊഷ്മാവിനെക്കാട്ടിലും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് താഴെ ആയിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റിസിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ മക്കളെ, ഞാൻ ഒരു ടെസ്റ്റിസ് എടുത്തു. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ടെസ്റ്റിസ്. ഈ ടെസ്റ്റിസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ടെസ്റ്റിസിനകത്ത് നമുക്ക് കുറേ കമ്പാർട്ട്മെന്റുകൾ കാണാം. ഇങ്ങനെ കുറേ കമ്പാർട്ട്മെന്റ്സുകൾ കാണാം. കണ്ടോ, നമ്മൾ ട്രെയിൻ കണ്ടിട്ടില്ലേ? ട്രെയിൻ, ആ ട്രെയിന് പലതരം കമ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ? ജനറൽ കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കമ്പാർട്ട്മെന്റുകളുണ്ട്. ലൈക്ക് ദാറ്റ് ഒരു ട്രെയിനിൽ പല ബോഗികൾ ഉള്ളതുപോലെ തന്നെ ഒരു ടെസ്റ്റിസ് എടുത്താൽ അതിനകത്ത് കുറെ എന്തുണ്ട്? കമ്പാർട്ട്മെന്റുകൾ ഉണ്ട്. എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അറിയാമോ? 250 കമ്പാർട്ട്മെന്റുകളുണ്ട്. ഓക്കെ, അപ്പൊ 250 കമ്പാർട്ട്മെന്റുകളെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. എന്താ മക്കളെ വിളിക്കുക? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ് വിളിക്കുക. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, ഇനി അടുത്തത് ഈ 250 കമ്പാർട്ട്മെന്റിനകത്തും എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിനകത്താണ് നമ്മുടെ സ്പേം ഫോർമേഷന് സഹായിക്കുന്ന കുറേ കോയിൽഡ് ആയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഏകദേശം 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഇരിപ്പുണ്ട്. ഈ കോയിൽഡ് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. എന്താ വിളിക്കുക? സെമിനിഫറസ് ട്യൂബ്യൂളുകൾ എന്നാണ് വിളിക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു the testis which consist of 250 compartments, they are called a testicular lobule. Each testicular lobule which contain എത്ര മുതൽ എത്ര വരെ? 1 മുതൽ 3 വരെയുള്ള ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇരിപ്പുണ്ട്. അതിന്റെ പേരാണ് എന്ത്? സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് വിളിക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാം. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനെ എടുത്തു. ഈ ഒരെണ്ണത്തെ അതിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു. സെറ്റ്. ഓക്കെ, അതിനകത്ത് എത്ര മുതൽ കോയിൽ കാണും? 1 മുതൽ 3 നമ്പറിൽ എന്ത് കാണും? സെമിനിഫറസ് ട്യൂബ്യൂൾ കാണും എന്ന് പറഞ്ഞല്ലയോ? എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നറിയാമോ? ഈ സെമിനിഫറസ് ട്യൂബ്യൂളിനെ ഇനി വെളിയിലെടുത്തു. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിനെ എടുത്തിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു, മുറിച്ചു നോക്കി. മുറിച്ചു നോക്കിയിട്ട് ഞാൻ അതിനെ എക്സാമിൻ ചെയ്തു, പരിശോധിച്ച് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ഈ സെമിനിഫറസ് ട്യൂബിളിനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബിൾ നിർമ്മിച്ചിരിക്കുന്നത് 2 ടൈപ്പ് സെൽസ് കൊണ്ടാണ്. എത്ര? ഇറ്റ് ഈസ് മേഡ് അപ്പ് ബൈ 2 kinds of cells. നമ്മൾ ഈ സെമിനിഫറസ് ട്യൂബിൾ പരിശോധിക്കുമ്പം നമുക്കത് ഇങ്ങനെ കുറച്ച് സെൽസുകൾ കാണാം. കണ്ടോ? അതുകൂടാതെ തന്നെ കുറച്ച് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എലോങ്ങേറ്റഡ് സെൽസുകളും ബാക്കി കുറച്ച് സ്കാറ്റേഡ് ആയിട്ടുള്ള സെൽസുകളും കാണാൻ സാധിക്കും. ഈ ഇലോങ്ങേറ്റഡ് സെൽസിനെ വിളിക്കുന്ന പേരാണ് സെർട്ടോളി സെൽസ്. വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമിൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെർട്ടോളി സെൽസ്. ബാക്കി കാണപ്പെടുന്ന ഈ സെൽസിനെ വിളിക്കുന്ന പേരാണ് മെയിൽ ജെം സെൽസ്. മെയിൽ ജെം സെൽസ് അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്, അതുകൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം, സ്പെമറ്റോഗോണിയ. സ്പെമറ്റോഗോണിയ. ക്ലിയർ ആണോ? സോ ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് ലൈൻഡ് ഔട്ട് ബൈ 2 kinds of cells such as, yes, the first one is male germ cells and the second one is the Sertoli cells. മക്കളെ, ഈ കാണുന്ന മെയിൽ ജെം സെൽസ് ഇല്ലേ, ഈ മെയിൽ ജെം സെൽസ്, ഇതാണ് പിന്നീട് പുരുഷന്മാരിൽ എന്തായിട്ട് മാറുന്നത്? സ്പേം ആയിട്ട് മാറുന്നത്. ഈ മെയിൽ ജെം സെൽസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ എന്താ? 46 ക്രോമോസോം അടങ്ങിയ കോശങ്ങളാണ് എന്തെന്നറിയപ്പെടുക? മെയിൽ ജെം സെൽസ് എന്ന് പറയുക. ഇതൊരു ഡിവിഷന് വിധേയമാകും. 46 എന്ന് പറഞ്ഞ ക്രോമോസോം നമ്പർ നേർപകുതി 23 ആകുന്ന പ്രക്രിയയെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്താ? മിയോസിസ്. അപ്പൊ ഈ പറയുന്ന മെയിൽ ജെം സെൽസുകൾ ഏത് ഡിവിഷന് വിധേയമാകുന്നു? മിയോസിസിന് വിധേയമായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് മക്കളെ? സ്പേം ഫോം ചെയ്യുന്നത്.
ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ മെയിൽ ജെം സെൽസുകളാണ് എന്തായിട്ട് മാറുക? സ്പേം ആയിട്ട് മാറുക എന്ന് മനസ്സിലായി. ഇനി എന്താണ് സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ? അതായിരുന്നു എക്സാമിന്റെ ചോദ്യമായിട്ട് വന്നത്. സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് എ നഴ്സ് സെൽ. നഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നഴ്സുമാരുടെ ഡ്യൂട്ടി എന്താ? പേഷ്യൻസിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക, അല്ലേ? അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഒരുക്കി കൊടുക്കുന്ന ആരാണ്? നഴ്സുമാരാണ്. അതുപോലെ തന്നെയാണ് എവിടുത്തെ പ്രത്യേകത? സെർട്ടോളി സെൽസിന്റെ പ്രത്യേകത. ഹിയർ ദ സെർട്ടോളി സെൽസ് ആക്ട് ആസ് എ നഴ്സ് സെൽ. അതൊരു നഴ്സ് സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദി മെയിൽ ജെം സെൽസ്. അപ്പൊ മെയിൽ ജെം സെൽസിന് എന്ത് കൊടുക്കുകയാണ്? ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? യെസ്, നമ്മുടെ സെർട്ടോളി സെൽസിന്റെ ഡ്യൂട്ടി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ടേ പോകാവുള്ളൂ. സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞാൽ മെയിൽ ജെം സെൽസിന് വേണ്ട എന്ത് കൊടുക്കുക? പോഷണം കൊടുക്കുന്ന കോശങ്ങളാണ് ഏതെന്നറിയപ്പെടുക? സെർട്ടോളി സെൽസുകൾ എന്നറിയപ്പെടുക. ഇത്രയും ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു ടെസ്റ്റിസ്. ആ ടെസ്റ്റിസിൽ നമുക്ക് പല കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഏകദേശം 250 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആ 250 കമ്പാർട്ട്മെന്റിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്തും 1 മുതൽ 3 വരെ സെമിനിഫറസ് ട്യൂബ്യൂളുകൾ കാണപ്പെടുന്നു. കോൾഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇനി ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിനെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കിയാൽ ആ സെമിനിഫറസ് ട്യൂബ്യൂൾ ലൈൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കോശത്തിന്റെ പേരെന്താണ് മക്കളെ? മെയിൽ ജെം സെൽസ്. രണ്ടാമത് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് ഇലോങ്ങേറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന സെല്ലുകളാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ നോക്കി. ഇനി അടുത്തത് എന്താണ് മെയിൽ ജെം സെൽസ്? അതിന് മറ്റൊരു പേര് സ്പെമറ്റോഗോണിയ. ഇതാണ് മിയോട്ടിക് ഡിവിഷൻ നടന്നതിന് ശേഷം ഫൈനലി സ്പേമായി മാറുന്നത്. അടുത്ത സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. മെയിൽ ജെം സെൽസിന് വേണ്ട ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? യെസ്, സെർട്ടോളി സെൽസ് ആണ്. ഇത്രയും ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത്, നമ്മൾ പറഞ്ഞു ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ നമ്മൾ പരിചയപ്പെട്ടല്ലേ? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ പരിചയപ്പെട്ടു. ഓക്കെ, പേന വരട്ടെ. ശരി, അപ്പോൾ നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ പരിചയപ്പെട്ടു. അതിനകത്ത് എന്തുണ്ട്? കമ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. കമ്പാർട്ട്മെന്റിനകത്താണ് എന്തുള്ളത്? സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ, ഇതിനെ ഞാൻ ഒന്നുകൂടെ വെളിയിലേക്ക് എടുത്തിട്ട് വരയ്ക്കുകയാണ്. ഒരു ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനെ വെളിയിലേക്ക് എടുത്തിട്ട് വരയ്ക്കുകയാണ്. ഇതിനിടയിൽ എന്തുണ്ട്? സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. മക്കളെ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾ അല്ലേ? ഇതെന്തുവാ? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഈ സെമിനിഫറസ് ലോബ്യൂളിന് ഇടയ്ക്ക് കണ്ടോ കുറച്ച് സ്പേസ് കണ്ടോ? നിങ്ങൾ കണ്ടോ? ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. എന്താ? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ചില പ്രത്യേക സെൽസുകൾ കാണുന്നുണ്ട്. ഈ സെൽസുകളെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ഒരു ടേം കാണത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മറ്റൊരു ടേം കൂടെ പഠിച്ചു വെച്ചേക്കണം, ലേഡിക് സെൽസ്. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ സെൽസിന്റെ മറ്റൊരു പേരെന്താ? ലേഡിക് സെൽസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ പറയുന്ന ലേഡിക് സെൽസ് എന്ന് പറയുന്നത്. ഈ ലേഡിക് സെൽസ് ആണ് പുരുഷന്മാരിൽ ആൻഡ്രോജൻ അഥവാ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ടെസ്റ്റിസിന്റെ ധർമ്മം നമ്മൾ പഠിച്ചു, അത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ? അത് മാത്രമല്ല, ആൻഡ്രോജൻ ഒരു പുരുഷന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓർത്ത് വെച്ചേക്കുക, ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രോജൻ ആണ്. ആൻഡ്രോജനിലെ ഒരു കാറ്റഗറിയാണ് എന്നറിയപ്പെടുക ടെസ്റ്റോസ്റ്റിറോൺ എന്ന് അറിയപ്പെടുക. ഓക്കെ, അപ്പം മറക്കരുത്, ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആൻഡ്രോജൻ. ഓക്കെ, ആൻഡ്രോജൻ ഒരു എക്സാമ്പിൾ ആണ് ഇത് ടെസ്റ്റോസ്റ്റിറോൺ. മറക്കത്തില്ലല്ലോ? ഓക്കെ, ഇത് ഇത്രയുമാണ് നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസിന്റെ അനാട്ടമി. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ പഠിച്ച ടെസ്റ്റിസിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? യെസ്, ടെസ്റ്റിസ് കാണപ്പെടുന്ന സ്ഥലം സ്ക്രോട്ടം. സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് സ്ക്രോട്ടം. അടുത്ത് നമ്മൾ പഠിച്ചതാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ആണ്. ഒരു ടെസ്റ്റിസിനകത്ത് കാണപ്പെടുന്ന 250 വരുന്ന കമ്പാർട്ട്മെന്റ്, ആ കമ്പാർട്ട്മെന്റിനെ അറിയപ്പെടുന്ന പേരാണ് ലോബ്യൂൾസ്. ദെൻ ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിലും കണ്ടുവരുന്ന ട്യൂബ്യൂൾസിനെ അറിയപ്പെടുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂളുകൾ. ദെൻ സെമിനിഫറസ് ട്യൂബ്യൂളുകൾ നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകൾ മെയിൽ ജെം സെൽസ് അഥവാ സ്പെമറ്റോഗോണിയ. യെസ്, ദെൻ സെർട്ടോളി സെൽസ്, രണ്ടിന്റെയും ഡ്യൂട്ടി പഠിച്ചു വെച്ചിരിക്കണം. ദെൻ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്, സെമിനിഫറസ് ട്യൂബ്യൂളുകൾക്ക് ഇടയിൽ കണ്ടുവരുന്ന സെൽസുകളെ വിളിക്കുന്ന പേരാണ് ഏത്? ഇന്റർസ്റ്റീഷ്യൽ സെൽസുകൾ അഥവാ ലേഡിക് സെൽസുകൾ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ്രോജൻ. ആൻഡ്രോജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക.
ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യത്തെ പരിചയപ്പെടാം. ഓക്കെ, സെക്ഷണൽ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ NCERT പുസ്തകത്തിൽ തന്നെ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗറാണ്. ബയോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു ഫിഗർ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്തൊക്കെ കണ്ടന്റ് പഠിച്ചോ ആ കണ്ടന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫിഗറുകൾ ഉണ്ടെങ്കിൽ ആ ഫിഗറുകൾ ലേബൽ ചെയ്യാൻ ഉറപ്പായിട്ടും ചോദിക്കും. കാരണം ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പം നമ്മളും അതിനനുസരിച്ച് മാറിയേ പറ്റുകയുള്ളൂ. നോക്കിക്കേ, ഇതാണ് ഒരു സെമിനിഫറസ് ട്യൂബിളിന്റെ സെക്ഷൻ. ഓക്കെ, ആ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സർട്ടോളി സെൽസിനെ കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ അതിന്റെ ലൊക്കേഷൻ നോക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. മക്കളെ, ഈ കാണുന്നതാണ്, കണ്ടോ? ഈ കാണുന്നതാണ് എന്ത്? സർട്ടോളി സെൽസുകൾ എന്ന് അറിയപ്പെടുക. ഇതാണ് നമ്മുടെ മെയിൽ ജേം സെൽസുകളാണ് പിന്നീട് എന്തായിട്ട് മാറുക? സ്പേം അഥവാ സ്പെർമറ്റോസോവ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഒരു സ്പേമിന് ഒരു ഹെഡ് ഉണ്ട്, പിന്നെന്തുണ്ട്? ഒരു മിഡിൽ പീസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, പിന്നെന്തുണ്ട്? ഒരു ടെയിൽ ഉണ്ട്. കണ്ടോ? അപ്പൊ ഈ കാണുന്നതാണ് എന്തെന്നറിയപ്പെടുക? സ്പെർമറ്റോസോവ അഥവാ സ്പേം. അത് എവിടെ നിന്നുണ്ടായതാണ്? അത് ഓർത്ത് വെച്ചേക്കണം. സ്പെർമറ്റോഗോണിയ അഥവാ മെയിൽ ജേം സെൽസുകളാണ് പിന്നീട് എന്ത് ചെയ്തത്? മിയോട്ടിക് ഡിവിഷൻ. ഏത് ഡിവിഷനാ? മിയോസിസ്. മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സ്പേമായി മാറുന്നത് പഠിച്ചു വെച്ചേക്കുക. ദെൻ നിങ്ങൾക്ക് കാണാം സെമിനിഫറസ് ട്യൂബ്യൂളിന് ഇടയിൽ കണ്ടുവരുന്ന സെൽസുകൾ. കണ്ടോ? ഈ കാണുന്ന സെൽസുകൾ, ഈ കാണുന്ന സെൽസുകളാണ് എന്നറിയപ്പെടുക ഇന്റർസ്റ്റിഷ്യൽ സെൽസ്. അതിന്റെ മറ്റൊരു പേരെന്താ പറഞ്ഞു തന്നെ? ലീഡിക് സെൽസ്. ക്ലിയർ ആണേ? അപ്പൊ ഇത്രയുമാണ് ബേസിക്കലി ഒരു ടെസ്റ്റിസിനെ കുറിച്ച് അറിയേണ്ടത്. അപ്പൊ ടെസ്റ്റിസിന്റെ അനാട്ടമി മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റിസ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആക്സസറി ഡക്റ്റ് ആണ്. ഈ ഉണ്ടായ ടെസ്റ്റിസിൽ ഉണ്ടായ സ്പേമുകൾ ക്യാരി ചെയ്യാൻ സഹായിക്കുന്ന ഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടണം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ട്യൂട്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.